അടൂർ പ്രകാശ് ഇപ്പോൾ പറയുന്ന തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അത് ബാധകം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞില്ലല്ലോ. അല്ല, അത് തന്നെ. ഇത് വേണ്ടത്ര രീതിയിലുള്ള പരിശോധന നടത്താതെ കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇത്. അതിനാണല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണെങ്കിൽ അറിയാം, മുഖ്യമന്ത്രിക്ക് ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്, മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതന്നെ സോണിയാഗാന്ധിക്ക് അതേപോലെ തന്നെ ഉണ്ട്. ഈ കൊണ്ടുവരുന്നവൻ ആരാന്നൊക്കെ അന്വേഷിക്കാമല്ലോ. അപ്പോൾ അതൊന്നും വേണ്ടത്ര പരിശോധനയില്ലാതെ നിങ്ങൾ തട്ടിപ്പുകാരെ കൂടെ നിർത്തി നിങ്ങൾ പടം എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ തോളിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ, അവർ വന്ന് നിങ്ങളുടെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണോ ആരാണ് കൊണ്ടുപോയെങ്കിൽ അവരിതിന് മറുപടി വേണം. ഇതുവരെ ആൻ്റോ ആൻ്റണി മിണ്ടിയിട്ടില്ല. ആൻ്റോ ആൻ്റണി അതിനെക്കുറിച്ച് തൃപ്തികരമായ മറുപടി പറഞ്ഞില്ല. ഇന്നലെ അടൂർ പ്രകാശ് മറുപടി പറയാൻ വന്നത് മുഴുവൻ വീണ്ടും അത് സ്വന്തം തലയിലേക്ക് തന്നെ വെടിവെച്ചിട്ട് പോയ സ്ഥിതിയാണ്. അപ്പം ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള കുഴപ്പങ്ങൾ ചെന്ന് ചാടി. ഇപ്പം ഞാനതാ പറഞ്ഞേ, ഇതേപോലെ യാതൊരു പരിശോധനയും ഇല്ലാതെ പോയി ചാടിയതാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ. ഒരു ലൈംഗിക കുറ്റവാളിയോടൊപ്പം നിന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോടൊപ്പം നിന്ന് പടം എടുത്തതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. നിങ്ങൾ സ്വയം പുലർത്തേണ്ട ഈ പുതിയ കാലത്ത്, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ എടുത്ത് പലതരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നത്. എല്ലാവരെയും പരിശോധിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അത് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. പലയിടത്ത് കല്യാണത്തിനും മരണത്തിനും ഒക്കെ പോകുമ്പോൾ പലരും വന്ന് പടം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഓരോരുത്തരും ജാതകം അന്വേഷിക്കാൻ പറ്റാറില്ല, ശരിയായിരിക്കാം. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ് വരുന്നു എന്നുള്ളത് ഒരു പരിശോധന നടത്തിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള ആരോപണങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അതാണ് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്.